കേന്ദ്രത്തിൻ്റെ ഈ നയങ്ങൾക്കെതിരായിട്ട് ഈ UDF ശക്തിയായ ഒരു പ്രതികരണവും അവർക്ക് തീർക്കാൻ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന കേന്ദ്ര നിലപാടിനെ മിക്കവാറും പിന്താങ്ങിക്കൊണ്ട് അവരുടെ ഇടതുപക്ഷ വിരുദ്ധത വളരെ ശക്തിയായിട്ട് തുടരുന്നതാണ് കഴിഞ്ഞ 9 വർഷക്കാലവും നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ്റിനെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യമാണ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്താ ശൃംഖലയിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുന്നേറ്റുള്ള യാത്രയിൽ കേന്ദ്ര ഇടപെടൽ അതിൻ്റെ വ്യൂഹങ്ങൾ നൽകുന്നതിലും നമുക്ക് കിട്ടേണ്ടുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ചുള്ളതിൻ്റെ വിഹിതം ലഭിക്കുന്നതിലും ഒക്കെ ഉൾപ്പെടെ വലിയ പ്രതിബന്ധങ്ങളാണ്, ഒരു പ്രതിരോധമാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഗവർണറെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള സർക്കാർ പ്രവർത്തനങ്ങളെ